ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ കപ്സയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ക്യാമൽ കപ്സയുടെ റെസിപ്പി ഇട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചെറിയ ജീരകം, കുരുമുളക്, കറുകപ്പട്ട, ഏലക്ക, ഉണക്കനാരങ്ങ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചു മാറ്റി വെച്ചു. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ സവോളയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇത് ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ് കേട്ടോ. അധികം മസാലയും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് നന്നായിട്ട് അതുകൂടി ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന ടൈം കൊണ്ട് അരി അളന്ന് വെച്ചു. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. അത് അളന്ന് മാറ്റി വെച്ചിട്ട് അപ്പോഴത്തേക്കിനും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു. അതിലേക്ക് ചിക്കനും പൊടിച്ചു വെച്ച മസാലയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത്, ഒട്ടും കുറയരുത്. എന്താണെന്ന് ചോദിച്ചാൽ ആ ചിക്കനും അരിയും എല്ലാം ഒന്ന് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ചപ്പോൾ അതിലേക്ക് കഴുകി വെച്ച അരിയും കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി 2 ഉണക്ക നാരങ്ങയും അതിലേക്ക് ഇട്ടു. അതിനുശേഷം അത് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചു. അത് ഇടയ്ക്കൊക്കെ ഞാൻ ഇന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ആ പുറത്ത് പൊങ്ങിക്കിടക്കുന്ന ചോറെല്ലാം ഒന്ന് അടിയിലേക്ക് പോയി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റാനും ചോറ് വെന്ത് കിട്ടാനുമായിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചു. അതിനുശേഷം തുറന്നിട്ട് ഒരു 4 പച്ചമുളക് അതിലേക്ക് കുത്തി വെച്ച് കൊടുത്തു. അതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൂടി വെച്ച് 5 മിനിറ്റ് അത് ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ട് തുറന്ന് സെർവ് ചെയ്തു ഗൈസ്. അടിപൊളി ചിക്കൻ കപ്സ റെഡി.